ഗൾഫ് മേഖലയെയും ആഗോള സമൂഹത്തെയും ഒരേ സമയം ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം അഭൂതപൂർവമായ രീതിയിൽ വർദ്ധിക്കുകയാണ്. ബഹ്റൈൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യുഎസ് നാവികസേനയുടെ 5-ാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്തിന് നേരെ ഒരേ സമയം മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് അതിശക്തമായ ആക്രമണം നടത്തിയെന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ അവകാശവാദത്തോടെയാണ് നിലവിലെ പ്രതിസന്ധി പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചത്. മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന് നേരെ ഇറാൻ നേരിട്ട് നടത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി ഈ നീക്കം വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇരുപക്ഷവും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഈ സാഹചര്യം ഗൾഫ് മേഖലയിൽ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിൻ്റെ ഭീതി പടർത്തിയിരിക്കുകയാണ്. വർഷങ്ങളായി നിഴൽ യുദ്ധങ്ങളിലും പ്രാദേശിക സഖ്യകക്ഷികൾ വഴിയുള്ള പോരാട്ടങ്ങളിലും ഏർപ്പെട്ടിരുന്ന ഇരു രാജ്യങ്ങളും ഇപ്പോൾ പരസ്പരം നേരിട്ട് മിസൈലുകൾ വർഷിക്കുന്ന അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇത് മിഡിൽ ഈസ്റ്റിൻ്റെ നിലവിലുള്ള സങ്കീർണമായ രാഷ്ട്രീയ സമവാക്യങ്ങളെ ആകെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. 5-ാം കപ്പൽപ്പടയുടെ ആസ്ഥാനമായ ബഹ്റൈൻ ലക്ഷ്യമിട്ടുള്ള ആക്രമണം കേവലം ഒരു സൈനിക നീക്കം മാത്രമല്ല, മറിച്ച് വൻതോതിലുള്ള തന്ത്രപരമായ സന്ദേശം കൂടിയാണ്. മേഖലയിലെ അമേരിക്കൻ സൈനിക മേധാവിത്വത്തെ നേരിട്ട് ചോദ്യം ചെയ്യാൻ തങ്ങൾക്ക് മടിയില്ലെന്ന് തെളിയിക്കുകയാണ് ഇറാൻ ഇതിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. യുഎസ് നാവികസേനയുടെ ഏറ്റവും ശക്തമായ കേന്ദ്രങ്ങളിലൊന്ന് നേരെ വിരൽ ചൂണ്ടുക വഴി വലിയൊരു യുദ്ധത്തിനുള്ള സന്നദ്ധതയാണ് IRGC പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ തങ്ങളുടെ കുഷം ദ്വീപിന് നേരെയുണ്ടായ അമേരിക്കൻ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടിയായാണ് ഇപ്പോൾ ഇറാൻ ഇവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. കുവൈറ്റിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ വൻതോതിൽ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും വർഷിക്കുകയാണ് ചെയ്തത്. ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. കുഷം ദ്വീപിലെ തങ്ങളുടെ മിലിറ്ററി ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷൻ തകർത്ത അമേരിക്കൻ ഭീകരസേനയുടെ അഹങ്കാരത്തിനുള്ള മറുപടി എന്നാണ് ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആക്രമണത്തെ തുടർന്ന് ഗൾഫ് മേഖലയിലാകെ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കുവൈറ്റിലെ അമേരിക്കൻ താവളങ്ങളായ ക്യാമ്പ് ആരിഫ് ജാൻ, അലി അൽ സലേം എയർബേസ് എന്നിവയ്ക്ക് നേരെയാണ് പ്രധാനമായും ആക്രമണമുണ്ടായത്. എന്നാൽ ഇറാൻ്റെ ഈ ആക്രമണ ശ്രമങ്ങളെ അമേരിക്കൻ ബഹ്റൈൻ പ്രതിരോധ സേനകൾ വിജയകരമായി പ്രതിരോധിച്ചതായി അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അവകാശപ്പെടുന്നുണ്ട്. കുവൈറ്റ് ലക്ഷ്യമാക്കി വന്ന 2 മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ തകർത്തെന്നും ബഹ്റൈന് നേരെ വന്ന 3 മിസൈലുകളെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് അമേരിക്ക തകർത്തതെന്നുമാണ് അവർ അവകാശപ്പെട്ടിരിക്കുന്നത്. കൂടാതെ കപ്പലുകളെ ലക്ഷ്യമിട്ടെത്തിയ ഇറാൻ്റെ ഡ്രോണുകളും അമേരിക്കൻ സൈന്യം വെടിവെച്ചിട്ടതായും പറയപ്പെടുന്നുണ്ട്. ആക്രമണങ്ങളിൽ അമേരിക്കൻ സൈനികർക്കോ മറ്റു ഉദ്യോഗസ്ഥർക്കോ പരിക്കേറ്റതായി സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും 100-ലധികം സൈനികർ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. മിസൈലുകൾ പാഞ്ഞെത്തിയതിനെ തുടർന്ന് ബഹ്റൈൻ്റെ പല ഭാഗങ്ങളിലും ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടത് ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തിയിട്ടുണ്ട്. ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. അയൽരാജ്യമായ സൗദി അറേബ്യയിലും അപായ സൈറനുകൾ മുഴങ്ങുന്നതായി റിപ്പോർട്ടുകളുണ്ടെങ്കിലും അവിടെ ആക്രമണങ്ങൾ നടന്നതായി ഇതുവരെയും ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ലഭ്യമായിട്ടില്ല. പരിഭ്രാന്തമായ അന്തരീക്ഷമാണ് നിലവിൽ മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്നത്. എങ്കിലും ശത്രുവിൻ്റെ നെഞ്ചിലേക്ക് മിസൈലുകൾ പായിച്ച് ഇറാൻ മറുപടി നൽകുമ്പോൾ ആ തിരിച്ചടി വെറുമൊരു സൈനിക പ്രതികരണമല്ല, അത് ഇറാൻ്റെ ചോരത്തിളപ്പ് കൂടിയായി. അടിച്ചാൽ തിരിച്ചടിക്കും, തകർത്താൽ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എന്ന് ലോക മഹാശക്തികളുടെ മുഖത്തു നോക്കി വിളിച്ചു പറയുകയാണ് ഇറാൻ ചെയ്യുന്നത്. ഒരു വശത്ത് സർവായുധ സജ്ജരായ അമേരിക്കൻ യുദ്ധവിമാനങ്ങളും അത്യാധുനിക ഡ്രോണുകളും ആകാശത്ത് വട്ടമിട്ട് പറന്ന് സമ്മർദ്ദം ചെലുത്തുമ്പോൾ, മറുവശത്ത് നെഞ്ചുവിരിച്ചു നിന്ന് മിസൈലുകളിലൂടെ ഇറാൻ പ്രഖ്യാപിക്കുന്നത് ഒന്നു മാത്രമാണ്: കളി തുടങ്ങാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം, പക്ഷേ അത് അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കും എന്ന് തന്നെയാണ്. ബോംബിട്ട് തകർത്ത താവളങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മണിക്കൂറുകൾക്കകം അതേ താവളങ്ങൾ വീണ്ടും തുറന്ന് ശത്രുവിൻ്റെ അത്യാധുനിക ഡ്രോണുകളെ ആകാശത്ത് വെച്ച് വെടിവെച്ചിട്ട് തുനിഞ്ഞിറങ്ങിയാൽ തടുക്കാൻ ആരുമില്ല എന്ന് ഇറാൻ തെളിയിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങൾ മാറിമറിക്കാൻ ആര് വിചാരിച്ചാലും ഇറാൻ്റെ അനുവാദമില്ലാതെ ഈ മണ്ണിൽ ഒരു കാറ്റ് പോലും അനങ്ങില്ലെന്ന് ലോകത്തെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ ആക്രമണത്തിലൂടെ ഇറാൻ. ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പുറത്തിറക്കിയ പ്രസ്താവനയാണ് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. തെക്കൻ ഇറാനിലെ ഹോർമോസ്ഗാൻ പ്രവിശ്യയിലെ സിരിക്സ് ദ്വീപിലുള്ള ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ടവറിന് നേരെ അമേരിക്ക ആക്രമണം നടത്തിയെന്നാണ് IRGCയുടെ പുതിയ ആരോപണം പറയുന്നത്. ഈ ആക്രമണത്തിന് പിന്നാലെ ആക്രമണം നടത്തിയ വ്യോമതാവളം തന്നെ ലക്ഷ്യമാക്കി ഇറാൻ തിരിച്ചടിച്ചുവെന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ വിജയകരമായി തകർത്തതായും ഭാവിയിൽ സമാന ആക്രമണങ്ങൾ ആവർത്തിച്ചാൽ പ്രതികരണം കൂടുതൽ കടുത്തതായിരിക്കുമെന്നും IRGC മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതിലൂടെ അമേരിക്കയും മേഖലയിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ സഖ്യകക്ഷികളും വ്യക്തമായ സന്ദേശമാണ് ഇറാൻ നൽകുന്നത്.
ഈ സംഭവവികാസങ്ങൾക്ക് മുൻപാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഇറാനിലെ ചില സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയതായി പ്രഖ്യാപിച്ചത്. ഗുറൂഖ് നഗരത്തിലെയും കെഷ്യം ദ്വീപിലെയും റഡാർ സംവിധാനങ്ങളും ഡ്രോൺ കമാൻഡ് ആൻഡ് കൺട്രോൾ കേന്ദ്രങ്ങളുമാണ് ലക്ഷ്യമിട്ടതെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. അമേരിക്കൻ MQ-1 ഡ്രോൺ വെടിവെച്ചിട്ടതിന് മറുപടിയായുള്ള സ്വയം പ്രതിരോധ നടപടി ആയിരുന്നുവെന്നാണ് വാഷിംഗ്ടന്റെ വാദം. എന്നാൽ ഇതിനെ ഇറാൻ തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള ആക്രമണമായാണ് കാണുന്നത്. സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്ന മറ്റൊരു നിർണായക വിവരവും ഇതിനിടെ പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്കയും ഇസ്രായേലും നേരത്തെ നടത്തിയ ആക്രമണങ്ങളിൽ തകർന്നു പോയതായി കരുതപ്പെട്ടിരുന്ന ഇറാന്റെ ഭൂഗർഭ മിസൈൽ കേന്ദ്രങ്ങൾ വീണ്ടും പ്രവർത്തന സജ്ജമാകുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തുവന്ന വിവരങ്ങൾ പ്രകാരം ആക്രമണത്തിൽ തകർന്ന നിരവധി തുരങ്ക കവാടങ്ങളിലേക്കുള്ള പ്രവേശനം ഇറാൻ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു. അമേരിക്കയും ഇസ്രായേലും ബോംബാക്രമണങ്ങളിലൂടെ തകർത്ത റഡാറുകളും റോഡുകളും സൗകര്യങ്ങളും ഇറാൻ അതിവേഗം പുനർനിർമ്മിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 18 ഭൂഗർഭ മിസൈൽ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട 69 തുരങ്ക പ്രവേശന കവാടങ്ങളിൽ 50 എണ്ണത്തിലേക്കുള്ള പ്രവേശനം വീണ്ടും സാധ്യമാക്കിയെന്നാണ് വിലയിരുത്തൽ. അതായത് ഇറാന്റെ ദീർഘദൂര മിസൈൽ ശേഷിയെ പൂർണ്ണമായും തകർക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങൾ പ്രതീക്ഷിച്ച ഫലം കണ്ടില്ലെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. ലളിതമായ നിർമ്മാണ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോലും ഇറാൻ നാശനഷ്ടങ്ങൾ വേഗത്തിൽ പരിഹരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വിദഗ്ധരുടെ അഭിപ്രായവും ഇതേ ആശങ്കയാണ് പങ്കുവയ്ക്കുന്നത്. ഭൂഗർഭ തുരങ്കങ്ങളുടെ പ്രവേശന കവാടങ്ങൾ മാത്രം തകർത്തുകൊണ്ട് ഇറാന്റെ മിസൈൽ ഭീഷണി അവസാനിക്കില്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മിസൈൽ ലോഞ്ചറുകളും പരിശീലനം ലഭിച്ച സൈനിക സംഘങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നിടത്തോളം കാലം ഇറാൻ ആക്രമണശേഷി നിലനിർത്തുമെന്നും അവർ വിലയിരുത്തി കഴിഞ്ഞു. അതിനാൽ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ബോംബാക്രമണങ്ങൾ ഇറാന്റെ മിസൈൽ ശക്തിയെ താൽക്കാലികമായി മാത്രമേ ബാധിച്ചിട്ടുള്ളൂ എന്ന നിഗമനത്തിലാണ് പലരും എത്തി നിൽക്കുന്നത്. അതിനിടെ മറ്റൊരു സംഭവവും അന്താരാഷ്ട്ര ശ്രദ്ധ നേടിക്കഴിഞ്ഞു. പേർഷ്യൻ ഗൾഫിന് മുകളിലൂടെ ഇറാന്റെ വ്യോമാതിർത്തിയിലേക്ക് കടന്നുവെന്ന് ആരോപിച്ച് ഒരു അമേരിക്കൻ MQ-1 പ്രഡേറ്റർ ഡ്രോൺ വെടിവെച്ചിട്ടതായി IRGC പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ നിരീക്ഷണശേഷിക്ക് നേരെയുള്ള ഈ വെല്ലുവിളി മേഖലയിൽ സംഘർഷം കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ഓരോ ദിവസവും പുതിയ സൈനിക നടപടികളും പ്രത്യാരോപണങ്ങളും പുറത്തുവരുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാകുമോ എന്ന ആശങ്ക ശക്തമായിട്ടുണ്ട്. ഇതെല്ലാം നടക്കുന്നതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിലേക്ക് കൂടുതൽ കർശനമായ സമാധാന നിർദ്ദേശം അയച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതും ഇറാന്റെ ആണവ പദ്ധതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതുമാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. എന്നാൽ യുദ്ധഭീഷണിയും നയതന്ത്ര ചർച്ചകളും ഒരേ സമയം മുന്നോട്ടു പോകുന്ന ഈ സാഹചര്യത്തിൽ ഒരു സ്ഥിരപരിഹാരത്തിലേക്ക് എത്തുക എളുപ്പമാകില്ലെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ ഒരു ചെറിയ ഏറ്റുമുട്ടൽ പോലും വലിയ പ്രാദേശിക യുദ്ധത്തിന് വഴിവെക്കാൻ സാധ്യതയുണ്ട്. മിസൈൽ താവളങ്ങളും ഡ്രോണുകളും സൈനിക താവളങ്ങളും കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ പുതിയ ശക്തി പ്രകടനം പശ്ചിമേഷ്യയെ വീണ്ടും ഒരു വലിയ അനിശ്ചിതത്വത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. ഇനിയും ഒരുപക്ഷെ ഇറാൻ ആക്രമിക്കപ്പെടുക തന്നെ ചെയ്യാം എന്നും വിലയിരുത്തലുകളുണ്ട്. ശത്രുക്കൾ തങ്ങളുടെ അത്യാധുനിക ആയുധങ്ങളുമായി വീണ്ടും വന്നേക്കാം. പക്ഷേ ലോകമഹാശക്തികൾ ഒന്നു മാത്രം ഓർക്കേണ്ടതുണ്ടെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ ആക്രമണങ്ങൾക്കെല്ലാം പകരമായി ഇറാന്റെ മണ്ണിൽ നിന്നും വരാൻ പോകുന്നത് ഒരു സുനാമിയേക്കാൾ ഭീകരമായ ഒന്നായിരിക്കും എന്നാണ് അവർ പ്രസ്താവിച്ചിരിക്കുന്നത്. ഇത് പ്രതികാരമല്ല, മറിച്ച് ശത്രുവിൻ്റെ സർവ്വ സാമ്രാജ്യത്തെയും വേരോടെ പിഴുതെറിയുന്ന ആഞ്ഞടിക്കലായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചു കുലുക്കാൻ ശേഷിയുള്ള ഒരു മുന്നറിയിപ്പും ഇറാൻ പുറത്തുവിട്ട് കഴിഞ്ഞു. ചെങ്കടലിന്റെ പ്രവേശന കവാടമായ ബാബ് അൽ-മന്ദേബ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന ഭീഷണിയാണ് ഇറാൻ ഉയർത്തിയിരിക്കുന്നത്. ഇത് വെറും സൈനികമോ രാഷ്ട്രീയമോ ആയ പ്രസ്താവനയല്ല. ആഗോള വ്യാപാരത്തിന്റെ ഹൃദയമിടിപ്പിനെ തന്നെ ബാധിക്കാൻ കഴിയുന്ന ഒരു തന്ത്രപരമായ മുന്നറിയിപ്പാണിത്. ഇസ്രായേൽ ലെബനനിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചതിന് പിന്നാലെ അമേരിക്കയുമായുള്ള എല്ലാ മധ്യസ്ഥ ചർച്ചകളും സന്ദേശ കൈമാറ്റങ്ങളും നിർത്തിവെക്കുകയാണെന്ന് ഇറാനിയൻ വൃത്തങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതോടൊപ്പം ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തടയുന്നതിനും ബാബ് അൽ മന്ദേബ് ഉൾപ്പെടെയുള്ള മറ്റ് നിർണായക സമുദ്രപാതകളെ സജീവ യുദ്ധ മുന്നണികളാക്കുന്നതിനും തങ്ങൾ തയ്യാറാണെന്ന സന്ദേശവും പുറത്തുവിട്ട് കഴിഞ്ഞു. ഈ പ്രഖ്യാപനം അന്താരാഷ്ട്ര വിപണികളെ ഉടൻ തന്നെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. എണ്ണവില മണിക്കൂറുകൾക്കകം കുതിച്ചുയരുന്നത് കാരണം ഈ ഭീഷണി യാഥാർത്ഥ്യമായ ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് അതിൻ്റെ ആഘാതം അതീവ ഗുരുതരമായിരിക്കുമെന്നാണ് വിലയിരുത്തൽ.